ഹലോ, അപ്പോൾ നമ്മൾ നമ്മുടെ CAD ബേസിക് സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ CADൽ ലെയർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ബേസിക് ഒരു വീടിൻ്റെ പ്ലാൻ അതെങ്ങനെ ബേസിക് പ്ലാനിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ CAD ഓപ്പൺ ചെയ്തിട്ടുണ്ട്. CAD ഓപ്പൺ ചെയ്തു. ഈ കാണുന്ന റെഫറൻസ് ഫയലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റെഫറൻസ് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെഫറൻസ് ഫയൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ UN അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. അതിനുശേഷം ഡെസിമൽസ് ആണ്, നമ്മൾ 0.0 കൊടുക്കുന്നു. ഓക്കെ, മില്ലിമീറ്റർ സെൻറ്റിമീറ്റേഴ്സ് ആക്കുന്നു. ഓക്കെ കൊടുക്കുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഡയമെൻഷൻസ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. ഡയമെൻഷൻ സെറ്റ് ചെയ്യാനും നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ബേസിക് വീഡിയോസൊക്കെ നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണിക്കുക. ഞങ്ങളുടെ കാർഡിൽ കൊടുക്കാം. ഓക്കെ, നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ലെയേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ലെയേഴ്സ് എന്തിനാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ AutoCAD എപ്പോഴും മോസ്റ്റ് കേസിൽ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടായിരിക്കും നമ്മളുടെ സൈറ്റിൽ യൂസ് ചെയ്യുക. AutoCAD ഫയൽ നമ്മളിപ്പോൾ ഒരു പ്ലാൻ വരച്ചോ, ആ പ്ലാന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒരു A3 A2 സൈസിൽ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷമാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലെയേഴ്സിലല്ല വരച്ചത് എന്നുണ്ടെങ്കിൽ ഓരോ പെർട്ടിക്കുലർ തിങ്സ് മീൻസ് നമ്മളിപ്പോൾ ഒരു ബ്രിക്ക് വാളാണ്, അല്ലെങ്കിൽ ഒരു ഹാച്ചസ് ആണ്, അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാത്തിനും ഒരേ ലൈൻ വെയിറ്റ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ലൈൻ വെയിറ്റ് ആകുമ്പോൾ നമുക്ക് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ, ഏതിനാണ് ഇമ്പോർട്ടൻസ് കുറവെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ലെയേഴ്സായിട്ട് ഓരോ ലെയറിനും ഓരോ ലൈൻ വെയിറ്റ്, ഓരോ കളേഴ്സ് കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈറ്റിൽ നോക്കുന്ന ഒരു സൈറ്റ് എഞ്ചിനീയർക്കോ ആർക്കോ സൂപ്പർവൈസർക്കോ നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ CAD സോഫ്റ്റ്വെയറിൽ ലെയർ പ്രോപ്പർട്ടീസിലേക്ക് പോവുക. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് മുകളിൽ ഒരു 3 ബട്ടൺസ് കാണിക്കാം. അതിൽ ഫസ്റ്റ് ക്രിയേറ്റ് ന്യൂ ലെയർ എന്നുള്ളതാണ്, അടുത്തത് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്, മൂന്നാമത്തെ ടിക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലെയറിലാണോ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് അത് കാണിക്കാനാണ് മൂന്നാമത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ക്രിയേറ്റ് ന്യൂ ലെയർ കൊടുക്കാം. നമുക്കൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ ക്രിയേറ്റ് ന്യൂ ലെയർ കൊടുത്തു. അപ്പോൾ ലെയർ 1 എന്ന് പറഞ്ഞു. അത് നമ്മൾ പേര് കൊടുക്കാം. നമുക്ക് ഈ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വാൾസിന് വേണ്ടിയിട്ടുള്ള ലെയറാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വാൾന്നടിച്ചു. ഓക്കെ, വാൾന്നടിച്ചു. ഇവിടെ വൈറ്റ് എന്ന് കണ്ടോ, വൈറ്റ് എന്ന് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലെയറിൻ്റെ കളറാണ്. ആ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ അതിൽ കളറിൽ ഞാനൊരു ഓറഞ്ച് കളർ 14 നമ്പറിൽ വന്ന ഒരു ഓറഞ്ച് കളർ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇവിടെ ലൈൻ ടൈപ്പാണ്, കണ്ടിന്യൂസ് എന്നുണ്ട്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വാളല്ല, ഫോർ എക്സാമ്പിൾ സൺഷെയ്ഡ് അങ്ങനെ വല്ലതുമാണ് ഡ്രോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂസ് ലൈനല്ല, നമുക്ക് കണ്ടിന്യൂസ് അല്ലാത്ത ലൈൻസാണ് വേണ്ടത്. അത് നമുക്കിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ജസ്റ്റ് ബേസിക്കലി കണ്ടിന്യൂസ് പറഞ്ഞ ഒറ്റ ലൈനേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വേരിയസ് ടൈപ്സ് ഓഫ് ലൈൻസ് ഉണ്ട്. അത് നമുക്ക് ഏതെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഞാൻ അപ്പോൾ ചെയ്യുന്നില്ല, ക്യാൻസൽ അടിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ വാൾ എന്നുള്ളതായി. ഇനി അതിൽ ലൈൻ വെയിറ്റ് എന്ന് കാണാം. ലൈൻ വെയിറ്റ് ഡിഫോൾട്ട് എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഡിഫോൾട്ട് അല്ല വേണ്ടത്. നമുക്ക് ഡിഫോൾട്ടിന് പകരം കുറച്ച് ലൈൻ വെയിറ്റ് ഇപ്പോൾ 0.18 mm എന്നുള്ളത് കൊടുത്തു. ഞാൻ ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഒരു ലെയർ ക്രിയേറ്റ് ആയി. ഇനി അടുത്ത ലെയർ ക്രിയേറ്റ് ചെയ്യണം. അടുത്ത ലെയർ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ ഹാച്ചസ് എന്ന് കൊടുത്തു. ഹാച്ച് എന്ന് കൊടുത്തു. അതിന് കളർ ചേഞ്ച് ചെയ്യാം. കളർ ഞാൻ ഒരു ഗ്രേ 253 നമ്പർ വരുന്ന ഒരു ഗ്രേ ടൈപ്പ് കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. ലെയർ വെയിറ്റ് ഞാനിപ്പോൾ ഒരു 0 mm. ഹാച്ചസ് ആണ്, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ലൈൻ വെയിറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് 0.00 കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഒന്നുകൂടെ കൊടുത്ത് ഡയമെൻഷൻസ് DIM എന്ന് മാത്രമേ ഞാൻ അടിച്ചിട്ടുള്ളൂ. കളറ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ 14 എന്ന് പറഞ്ഞ ഈ ഒരു റെഡിഷ് മെറൂൺ കളറാണ് സെലക്ട് ചെയ്തത്. ലൈൻ വെയിറ്റ് നമുക്ക് ഒരു 0.05 കൊടുക്കുക അല്ലേ. 0.05 കൊടുത്തിട്ടുണ്ട്. ഒരു ലെയർ കൂടി ക്രിയേറ്റ് ചെയ്തു. ഇത് ടെക്സ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ടെക്സ്റ്റ് അടിച്ച് അതിന് ഒരു സയാൻ കളർ 130 നമ്പർ ആണ് സയാൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇതിന് ലെയർ വെയിറ്റ് ഞാനൊരു 0.2 കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇങ്ങനെ തൽക്കാലത്തിന് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു 4 ലെയേഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 0 എന്ന് പറഞ്ഞ ലെയർ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ 4 ലെയേഴ്സാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ 4 ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്ലോസ് അടിച്ചു. ഇപ്പോൾ നമ്മുടെ ബേസിക് ലെയർ ക്രിയേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഭാവിയിൽ പുതിയ ലെയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ 4 മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ.
നമുക്ക് ഡ്രോ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഒരു ചെറിയ പ്ലാനാണ്. നമ്മൾ ആ ഒരു പ്ലാൻ റീക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എക്സ് എൽ അടിച്ച് എൻ്റർ അടിച്ച് വി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെർട്ടിക്കലി ഒരു എക്സൽ ലൈൻ കിട്ടും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 23 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് അടിച്ച് എൻ്റർ കൊടുത്ത് 23 കൊടുത്ത് നമ്മൾ എൻ്റർ കൊടുത്തു. 23 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു ലൈൻ വന്നു. നമ്മുടെ വാൾ തിക്നെസ് ആണ്. നിങ്ങളുണ്ടോ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം, ഒരു 314x400 എന്ന് പറയുന്ന സൈസിലുള്ള ആ ഒരു ബെഡ്റൂമാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലെഫ്റ്റിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് നമ്മൾ എക്സ് എൽ അടിച്ചു എൻ്റർ കൊടുത്തു. ഹൊറിസോണ്ടലി നമ്മൾ ലൈൻ ഇട്ടു. എച്ച് അടിച്ച് എൻ്റർ അടിച്ച് ഹൊറിസോണ്ടലി ലൈൻ ഇട്ടു. ഇനി അതും നമ്മൾ ഓഫ്സെറ്റ് അടിച്ചു എൻ്റർ അടിച്ചു 23 സെൻറ്റിമീറ്റർ അടിച്ചു എൻ്റർ അടിച്ചു ഒരു ലൈൻ കൊടുത്തു. ഇപ്പോൾ ഇങ്ങനൊരു ലൈൻ കിട്ടി. നമ്മൾ ഫില്ലറ്റ് ചെയ്യണം. ഫില്ലറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 2 ലൈന് എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അവിടേക്ക് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഫില്ലറ്റ്. നമ്മൾ ഫില്ലറ്റ് അടിച്ചു എൻ്റർ അടിച്ചു. ഈ 2 ലൈൻ സെലക്ട് ചെയ്താൽ നമുക്കത് ഫില്ലറ്റ് ആയി. അതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്താൽ പിന്നെ അത് ഫില്ലറ്റായി. നമുക്കൊരു കോർണർ ബേസിക്കലി കിട്ടി. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിൽ 314x400 എന്നാണ്. അപ്പോൾ അതിനർത്ഥം 400 സെൻറ്റിമീറ്റർ വെർട്ടിക്കലി നമുക്ക് മൂവ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഓഫ്സെറ്റ് അടിച്ച് എൻ്റർ കൊടുത്ത് നമ്മൾ 400 പ്രസ് ചെയ്തു എൻ്റർ കൊടുത്തു. അപ്പോൾ 400 സെൻറ്റിമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ ക്രിയേറ്റ് ആയി. അതുപോലെ തന്നെ അടുത്തത് 314 ഓഫ്സെറ്റ് കൊടുത്തു എൻ്റർ കൊടുത്തു 314 ഹൊറിസോണ്ടലി നമ്മൾ ഈ ലൈൻ ഓഫ്സെറ്റ് അടിച്ചു. അപ്പോൾ നമുക്കൊരു ബേസിക് റൂമിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് വാൾ തിക്നെസ് കൊടുക്കാം. ഓഫ്സെറ്റ് കൊടുത്തു എൻ്റർ കൊടുത്തു 23 എൻ്റർ. ഞാൻ എല്ലാ സ്റ്റെപ്പും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ആ റൂമിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ റൂമിൻ്റെ ബാക്കിലുള്ള ടോയ്ലറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് ഫില്ലറ്റ് ചെയ്യുന്നുണ്ട്. ഫില്ലറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബിഗിനർ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. മൊത്തം കുറേ ലൈൻസും കാര്യങ്ങളാകുമ്പോൾ എങ്ങനെയാണ് ഇത് എന്താണ് സംഭവം നോക്കി മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്ലാതെ ഫില്ലറ്റ് ചെയ്ത് നമുക്കൊരു ചതുരം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എക്സൽ എടുത്ത് ഞാൻ കാണിച്ചത് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ബേസിക്കലി ഒരു റെക്റ്റാങ്കിൾ എടുത്ത് 314x400 സൈസ് കൊടുത്ത് റെക്റ്റാങ്കിൾ വരച്ച് അത് ഓഫ്സെറ്റ് ചെയ്താലും മതി. പുറത്തേക്ക് 23 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്താലും മതി. സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് അടുത്ത് വരാനുള്ളത് ആ ടോയ്ലറ്റ് ഏരിയയാണ്. ടോയ്ലറ്റ് ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു 37 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് കയറിയിട്ടാണ്. അപ്പോൾ എക്സൽ അടിച്ച് എൻ്റർ അടിച്ച് വി അടിച്ച് എൻ്റർ കൊടുത്തു. നമ്മൾ 37 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ടാണ് നമ്മൾ ഓഫ്സെറ്റ് കൊടുത്തു എൻ്റർ കൊടുത്ത് 23 കൊടുത്ത് എൻ്റർ കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് നീക്കിയിട്ടുണ്ടെങ്കിൽ 23 അല്ല 37 കേട്ടോ. ഓഫ്സെറ്റ് 37 കൊടുത്ത് നമ്മൾ ഉള്ളിലോട്ട് നീക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ലൈൻ കിട്ടും. ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി അതൊരു 23 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓഫ്സെറ്റ് 23. ഓക്കെ, അതും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ട്രിം ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ട്രിം ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ നമുക്ക് ഇങ്ങോട്ടുള്ളത് ഡിലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് TR അടിച്ചു എൻ്റർ അടിച്ചു. നമുക്ക് ഈ ഒരു ലൈൻ വരെ ഉള്ള നമുക്ക് എക്സൽ ലൈൻ മതി. അത് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ 2 ലൈൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ളത് ട്രിമ്മായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോയ്ലറ്റിൻ്റെ സൈസ്. ടോയ്ലറ്റ് ഇതിവിടെ ഒരു റെക്റ്റാങ്കിൾ സ്ക്വയർ ടൈപ്പ് ടോയ്ലറ്റാണ് വരുന്നത്. 150 സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് 150 സൈസിൽ ഒരു റൂം അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഓഫ്സെറ്റ് കൊടുത്തു എൻ്റർ കൊടുത്തു 150 കൊടുത്തു എൻ്റർ കൊടുത്തു 150. അടുത്തത് 23 വാൾ തിക്നെസ് 150 23. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിക്കലി ബാത്റൂമും റെഡി ആയിട്ടുണ്ട്. 150 സൈസ് വരുന്ന ബാത്റൂം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഫില്ലറ്റ് ചെയ്ത് റെഡിയാക്കാം. നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാ കേസിലും നമുക്ക് ഫില്ലറ്റ് ചെയ്ത് ഓരോ റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കി പോകണമെന്ന് ആവശ്യമില്ല. പക്ഷേ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. നമുക്കിതൊക്കെ ഈ ഏരിയാസൊക്കെ നമുക്ക് ട്രിം ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. ഒക്കെ നമുക്ക് വഴിയേ ചെയ്യാം. നമ്മുടെ ബാത്റൂം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു എക്സൽ എൻ്റർ കൊടുത്ത് വി കൊടുത്ത് ഒരു വെർട്ടിക്കലി എക്സൽ ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ലൈന് പ്രസ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈന് വരയ്ക്കുക. ഈ ലൈന് വരച്ചതിന് ശേഷം നമ്മൾ ഒരു ലൈന് കൂടി മുകളിലേക്ക് എന്ന് പറയുമ്പോൾ 400 എന്ന് പറയുമ്പോൾ 377 400 370 നമ്മുടെ മുകളിലെ ബെഡ്റൂമിൻ്റെ സൈസ്. അതുകൊണ്ട്
307 പ്ലസ് 23 എന്ന് പറയുമ്പോൾ 400 ആണല്ലോ. അതുകൊണ്ട് ഞാൻ 400 സെൻറ്റിമീറ്ററിൽ മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു. അതിവിടെ വന്നിട്ട് റെഡി എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ എക്സലിൻ്റെ ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അതൊരു റെഫറൻസിന് വേണ്ടി വരച്ച ലൈനാണ്. നമ്മൾ ഫില്ലറ്റ് കൊടുത്തു, എൻ്റർ കൊടുത്തു. നമുക്ക് ആദ്യം ഇത് 23 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓഫ്സെറ്റ് കൊടുത്ത് 23 സെൻറ്റിമീറ്റർ വാൾ തിക്നെസ് ഓഫ്സെറ്റ് ചെയ്തു. നമ്മൾ ഫില്ലറ്റ് കൊടുക്കുകയാണ്. ഈ ലൈന് ഫില്ലറ്റ് ചെയ്തു. നമുക്കിവിടെ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. ട്രിം അടിച്ച് ഡബിൾ എൻ്റർ കൊടുത്ത് നമ്മൾ ട്രിം ചെയ്ത് ഒഴിവാക്കി. ഇപ്പോൾ കണ്ടോ നമ്മളിവിടുത്തെ ഈ ഒരു വാളിൻ്റെ മീൻസ് ഈ ഒരു റൂമിൻ്റെ ഹൈറ്റ് നമുക്ക് 377 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൊറിസോണ്ടലി 400 വേണം. അതിന് എല്ല് കൊടുത്ത് നമുക്കൊരു 400 ലൈൻ വരയ്ക്കാം കേട്ടോ. 400 ലൈൻ വരച്ചു, 377 ലൈൻ വരച്ചു. നമുക്ക് എക്സാക്ട്ലി ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കിട്ടും. ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുണ്ട്. നമ്മൾ 23 സെൻറ്റിമീറ്റർ ഈ എല്ലാ വാളും പുറത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യുകയാണ്. ഓഫ്സെറ്റ് ചെയ്തതിനു ശേഷം ഫില്ലറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു ലൈൻ ഇവിടെ ട്രിം ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ബേസിക്കലി 2 ബെഡ്റൂമും ഒരു ബാത്റൂമും കിട്ടി. ഇതിലെ ഡോർസ് വിൻഡോസ് ഒന്നും നമ്മളിപ്പോൾ വരയ്ക്കുന്നില്ല. ഇപ്പോൾ ബേസിക്കലി ഒരു ബേസിക് ഔട്ട്ലൈൻ മാത്രമാണ് ഇടുന്നത്. ഇതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡോർസ് വിൻഡോസിനുള്ള കട്ടൗട്ട് എങ്ങനെ കൊടുക്കാം, ഈ ഡോർസ് വിൻഡോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഈ വീഡിയോയിൽ നമുക്ക് ബേസിക് ഔട്ട്ലൈൻ ഇട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ ഔട്ട്ലൈൻ ഇട്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിവിടെ കുറേ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ വളരെയധികം മറന്നുപോയ കാര്യമാണ്, സോറി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്ലാൻ വരയ്ക്കുമ്പോൾ അത് ആ ലെയറിൽ വരയ്ക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ വരച്ചത് ഇതിൻ്റെ ഡിഫോൾട്ടായിട്ട് വരുന്ന ലെയറിലാണ്. ഡിഫോൾട്ടായിട്ട് വരുന്ന ലെയറിൽ വരച്ചിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ശരിക്കും ഈ ലൈൻസ് ഔട്ട്ലൈൻസ് വരയ്ക്കേണ്ടത് നമ്മൾ ഈ ലെയേഴ്സിൽ വാൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെയറിലായിരുന്നു വരയ്ക്കേണ്ടി വരുന്നത്. പക്ഷേ നമ്മൾ വരച്ചു വന്നത് ഡിഫോൾട്ടായിട്ട് ലെയറിലാണ്. അത് ആ ലെയറിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കുക. നമ്മൾ ആദ്യം ഇത് വാളിലേക്ക് മാറ്റുക. വാളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ലൈൻ വരയ്ക്കുക. ഇതിപ്പോൾ വാൾ എന്നുള്ള ലെയറിൽ വന്നൊരു ലൈനാണ്. എന്നതിന് ശേഷം നമ്മൾ MA എന്നടിക്കുക. അതിനുശേഷം അതിനർത്ഥം മാച്ച് പ്രോപ്പർട്ടീസ് എന്നാണ് കേട്ടോ. നമ്മൾ മാച്ച് പ്രോപ്പർട്ടീസ് അടിച്ചു, എൻ്റർ കൊടുത്തു. എന്നിട്ട് ആദ്യം നമ്മൾ ഈ വാളിൻ്റെ നമ്മൾ വരച്ച ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ ലെയറും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെയറിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ലെയേഴ്സിനും കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ മറന്നുപോയതാണ്, ആദ്യം തന്നെ ഡിഫോൾട്ടായിട്ട് ലെയറിൽ വരച്ചു പോയി. നിങ്ങൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ഈ വാൾ എന്നുള്ള ലെയറിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഞാൻ ആ ലൈൻ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ അല്ലാതെ വാൾ എന്നുള്ള ലെയറിലാണ് വരയ്ക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ 2 റൂമും ഒരു ബാത്റൂമുമായി. ഇനി ഈ ഒരു ബെഡ്റൂമിന് ചേർന്നൊരു ബാത്റൂമുണ്ട്, ബാത്റൂമല്ല സ്റ്റോർ റൂമുണ്ട്. ആ സ്റ്റോർ റൂം വരയ്ക്കാം. ആ സ്റ്റോർ റൂം വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൻ്റെ സൈസ് 150/200 ആണ്. അപ്പോൾ 150 ഹൊറിസോണ്ടലും 200 വെർട്ടിക്കലുമാണ്. അതിന് ഓഫ്സെറ്റ് കൊടുത്തു, നമ്മളൊരു 150 കൊടുത്തു, വരച്ചു. അതിന് ഒരു 23 വാൾ തിക്നെസ് കൊടുത്തു, വരച്ചു. ഇനിയൊരു ഈ ഒരു ലൈന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എല്ലാം അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു ലൈനായില്ലേ. പക്ഷേ ഇതല്ലാതെ നമുക്ക് ഈ ഒരു ലൈന് നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ഒരു ലൈനിൽ ഇവിടേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുള്ള ഈ എക്സ് എന്നുള്ളൊരു കമാൻഡ്, എക്സ്റ്റെൻഡ് എന്നുള്ളൊരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ കഴിഞ്ഞ ബേസിക്സിൽ അല്ലാതെ പുതിയ കമാൻഡ്സ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എക്സ്റ്റെൻഡ് എന്നുള്ള പുതിയൊരു കമാൻഡാണ് കേട്ടോ. എൻ്റർ കൊടുക്കുക. എക്സ്റ്റെൻഡ് കൊടുത്ത് എൻ്റർ കൊടുത്ത് നമ്മൾ എന്തിലേക്കാണോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആ ലൈന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി എൻ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ലൈന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് എക്സ്റ്റെൻഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് ഒഴിവാക്കാം. ആസ് യൂഷ്വൽ ട്രിം ചെയ്ത് ഒഴിവാക്കാം. ഓഫ്സെറ്റ് കൊടുത്തു, 23 കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫില്ലറ്റ് ചെയ്യാൻ, ഞാനിത് പുതിയ കമാൻഡ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോ പുതിയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫില്ലറ്റ് കൊടുക്കാം, ഇവിടെ ഫില്ലറ്റ് കൊടുക്കാം, ഫില്ലറ്റ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 150 ഹൊറിസോണ്ടലി ഉള്ള ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 200 വെർട്ടിക്കലാണ്. ഓഫ്സെറ്റ് കൊടുത്തു, 200 കൊടുത്തു, 200 കൊടുത്ത് നമുക്ക് 200 150 200 ഉള്ള ഒരു റൂം കൂടി കിട്ടി. ഇനി അത് ഒരു ഓഫ്സെറ്റ് കൂടെ കൊടുത്ത് 23 വാൾ തിക്നെസ്സും കൊടുക്കാം. നമുക്ക് ഒരു സ്റ്റോർ റൂമും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് നേരെ നമുക്ക് താഴെ സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് വരാം കേട്ടോ. ഇനി സിറ്റ് ഔട്ട് ഏരിയയിൽ നിന്ന് മുകളിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു ഓർഡറിൽ ചെയ്യുന്നതാണ്. ഇവിടെ ചെറിയൊരു 23 സെൻറ്റിമീറ്ററിൻ്റെ ഒരു
ചെറിയൊരു പോർഷൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ RAC റെക്റ്റാങ്കിൾ എടുത്തു. 23,23 ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഞാനത് ഒന്ന് മൂവ് ചെയ്തിട്ട് അടിച്ച് മൂവ് ചെയ്തിട്ട് ഇവിടേക്ക് വെക്കുകയാണ്. മൂവിൻ്റെ കമാൻഡ് ബൈ ദ വേ ആണ്. കൊടുത്ത് എൻ്റർ കൊടുത്തിട്ട് നമ്മൾ ഒരു ബേസ് പോയിൻ്റ് പിക്ക് ചെയ്താൽ നമുക്ക് മൂവ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാനത് ബേസ് വീഡിയോയിൽ കവർ ചെയ്തിട്ടില്ലാന്ന്, അതുകൊണ്ട് ഇവിടെ പറഞ്ഞാണ് നമ്മൾ കൊടുത്ത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിക്ക് ചെയ്യാം, ഒരു ബേസ് പോയിൻ്റ് എടുത്ത് ക്ലിക്ക് ചെയ്യാം. ഞാൻ ആവശ്യമില്ലാത്ത ഏരിയസൊക്കെ ട്രിം ചെയ്ത് ഒഴിവാക്കി. ഇനി അടുത്തത് നമുക്ക് സിറ്റ് ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിറ്റ് ഔട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം 200 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 186 സെൻറ്റിമീറ്റേഴ്സാണ് എക്സ്ട്രാ വരുന്നത്. നമുക്ക് അങ്ങനെ തന്നെ വരയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ L കൊടുത്തു, എൻ്റർ കൊടുത്തതിന് ശേഷം ഞാൻ ഈ എൻഡിൽ നിന്ന് വരയ്ക്കുകയാണ്. 200 എൻ്റർ. അത് കഴിഞ്ഞിട്ട് ഒരു 186. ഇങ്ങനെ വരയ്ക്കാൻ കാരണം നമുക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും കേട്ടോ, അതുകൊണ്ട് വരച്ചതാണ്. ഇനി നമുക്ക് 196 അത് കഴിഞ്ഞിട്ട് ഒരു 50 സെൻറ്റിമീറ്റർ അങ്ങനെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. 196 എൻ്റർ. അത് കഴിഞ്ഞിട്ട് ഒരു 50 എൻ്റർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എസ്കേപ്പ് കൊടുത്തു. നമ്മൾ 50 വരുന്ന പോർഷൻ ഒരു 23 സെൻറ്റിമീറ്റർ വാളിൻ്റെ തിക്നെസ് വരുന്നുണ്ട്. അത് കൊടുക്കാം. ഓഫ്സെറ്റ് 23 വാൾ തിക്നെസ്. ഈ ലൈനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടെയായി, ഈ ഒരു പോർഷൻ ഇവിടെയായി. നമുക്ക് ഇവിടുത്തെ സ്റ്റെപ്പ് വരച്ചു കൊടുക്കാം. സ്റ്റെപ്പ് നമുക്ക് 30 സെൻറ്റിമീറ്റർ ലാൻഡിങ് വരുന്ന 3 സ്റ്റെപ്പുകളാണ് കേട്ടോ ഉള്ളത്. അതിന് ലെങ്ത്ത് കൊടുത്തു, ഇവിടെ കൊടുത്തു. നമ്മൾ 30 തന്നെ അടിക്കുകയാണ്. ഒന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് വരയ്ക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ വരച്ച് 200,90 എന്നുള്ള റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം അത് മൂവ് ചെയ്ത് വെക്കാം. മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ലൈൻ എടുത്ത് ഇവിടെ വരച്ച്, നമ്മൾ ഓൾറെഡി ഇവിടെ ലൈൻ ഉണ്ട്, അത് നമ്മൾ ഓഫ്സെറ്റ് അടിക്കുകയാണ്. ഓഫ്സെറ്റ് അടിച്ച് എൻ്റർ കൊടുത്ത് 30 സെൻറ്റിമീറ്റർ കൊടുത്ത് എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 30 സെൻറ്റിമീറ്റർ ഒരു ലൈൻ എടുത്ത് ഇവിടെ വരച്ചിട്ട് ഓഫ്സെറ്റ് കൊടുത്ത് 30 സെൻറ്റിമീറ്റർ കൊടുത്ത് എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. 3 സ്റ്റെപ്സ് വരയ്ക്കാം. രണ്ടും സെയിം ആണ്, 2 മെത്തേഡിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതിനുശേഷം ഇവിടെ ഒരു റേഡിയസ് 11.5 പില്ലറുണ്ട്. ആ പില്ലറിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് ഇതിൽ പ്രോപ്പറായിട്ട് പറയുന്നില്ല. നമുക്ക് ഏകദേശം ഒന്ന് വരയ്ക്കാം. C കൊടുത്തു, എൻ്റർ കൊടുത്തു. ഞാൻ വരയ്ക്കുകയാണ്. വരച്ചിട്ട് 11.5 പില്ലർ നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ ഞാൻ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഏകദേശം മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂം കാര്യങ്ങളിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എക്സൽ എൻ്റെ അടുത്ത് V കൊടുത്ത് ഞാൻ എക്സൽ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഓഫ്സെറ്റ് കൊടുത്തു. ഓഫ്സെറ്റ് കൊടുത്തിട്ട് നമുക്കിതിൽ 383 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഔട്ടർ വാളിലേക്കുള്ള സൈസ് എന്ന് കാണാം. അപ്പോൾ 383 കൊടുത്ത് എൻ്റർ കൊടുത്തു. ഔട്ടർ വാൾ വരച്ചു. ഔട്ടർ വാൾ വരച്ചതിന് ശേഷം ഞാൻ ഈ ഔട്ടർ വാൾ ഇത് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. കണക്ട് ചെയ്ത് വരയ്ക്കാൻ ലൈൻ എടുത്ത് വരച്ചു. അതുപോലെ തന്നെ ഇങ്ങോട്ടും ഒരു ലൈൻ എടുത്ത് വരച്ചു. ഈ ഔട്ടർ വാളിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് വെർട്ടിക്കലിയുള്ള ഡിസ്റ്റൻസ് ഒരു 373 ആ 373 ഡിസ്റ്റൻസ് കൊടുക്കാം. ലെങ്ത്ത് കൊടുത്തു, 373 കൊടുത്തു, എൻ്റർ കൊടുത്തു. അതിനുശേഷം പുറത്തേക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് 99.1 എന്ന് കാണുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. 99.1 എൻ്റർ കൊടുത്തു. ഇനി വെർട്ടിക്കലി നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത് 423 സെൻറ്റിമീറ്റേഴ്സാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 246 പ്ലസ് 80 വാതിലിൻ്റെ സൈസാണ്. പിന്നെ 97 ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് 423 വരുന്നുണ്ട്. 423 നമുക്ക് ലൈൻ ഇടാം. ഇനി ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്ന പ്രൊസീജിയർ പ്രകാരം ബാക്കി എല്ലാ പ്ലാനും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിത് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെയൊരു ഔട്ട്പുട്ടാണ് ലഭിച്ചത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന് ഹാച്ച് ഇടുന്നത്, എങ്ങനെയാണ് ഡോർസ് ആൻഡ് വിൻഡോസ് പ്ലേസ് ചെയ്യുന്നത് എന്ന് മുതലായുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു.